നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയായിരുന്നല്ലോ. ഓഗസ്റ്റ് 15-ാം തീയതി നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ, പ്രത്യേകിച്ച് ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടന്ന സ്വാതന്ത്ര്യാഘോഷ ദിനത്തിലെ പരിപാടിയിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ സീറ്റ് പിൻനിരയിലേക്ക് ആക്കിയത് വളരെയേറെ ചർച്ചയ്ക്കും വിവാദത്തിനും തിരികൊളുത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാക്കന്മാരുടെ നിര ഒന്നാം നിരയിലാണ് നൽകേണ്ടത് എന്നിരിക്കെ അത് ചെയ്യാതെ കായിക താരങ്ങളെയും മറ്റും ആദരിക്കുന്നതിന് വേണ്ടി അവർക്ക് മുൻനിരയെ സീറ്റുകൾ കൊടുക്കുകയും അത് പിന്നിലേക്ക് രാഹുലിനെ ഇരുത്തുകയും ചെയ്തത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ പ്രതികരണവും ഞാൻ അതിൽ പ്രതീക്ഷിക്കുകയാണ്. എവിടെയുള്ള ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുമ്പോൾ കേന്ദ്രമന്ത്രിമാര്, ചീഫ് ജസ്റ്റിസുമാര് ഇവരെല്ലാം ഒന്നാം നിരയിൽ ഇരിക്കുന്ന ആളുകളാണ്. ഒളിമ്പിക്സിലെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത താരങ്ങൾ ഇവരുടെ പിന്നിലായിട്ടാണ് ഇരുന്നത്. അതിനും പിന്നിലായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുന ഖർഗെയ്ക്കും ഒക്കെ സീറ്റ് ലഭിച്ചത്. ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനമല്ലേ കാണിക്കുന്നതെന്ന് സ്വാഭാവികമായി ഒരു പൗരൻ ചിന്തിച്ചാൽ ആ ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഒരിക്കലും അതൊരു തെറ്റാണ് എന്ന് പറയുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ മറ്റു പല മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിന് മുന്നിൽ സീറ്റുകൾ കൊടുത്തത് ചർച്ചയായിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് ഒരു ഭരണ സംവിധാനമുണ്ട്. ക്യാബിനറ്റ് മന്ത്രിമാരുടെ അതേ റാങ്കും പദവിയും, അല്ലെങ്കിൽ അതുപോലെ തന്നെ തുല്യമായി അംഗീകരിക്കപ്പെടുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ പദവിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പദവി. നിശ്ചയമായും അദ്ദേഹത്തിന് ലഭിക്കേണ്ടുന്ന അർഹമായ സാന്നിധ്യവും പ്രാതിനിധ്യവും അവിടെ ലഭിക്കണം. അത് എക്സോർ ബൈ ആര് ആ സ്ഥാനത്തേക്ക് വന്നാലും ശരി, നാളെ മറ്റൊരു പാർട്ടിയിലെ ആളായാൽ പോലും ആ നിലയിൽ അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. വിവേചനങ്ങൾ കാണിക്കുന്നത് ഭൂഷണമായ ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഭരണഘടനയെ മാനിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു രാജ്യമെന്ന് നാട് നീളെ അവകാശപ്പെടുമ്പോൾ നിശ്ചയമായിട്ടും ഇങ്ങനെയുള്ള പല പ്രവൃത്തികളും ഒരു നല്ല പ്രവണതയായിട്ട് കണക്കാക്കാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളുകളിൽ ഈ കാര്യം വളരെ ഗൗരവമായിട്ട് സർക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ജനങ്ങളുടെ വിചാരമാണ്. അത് ഈ ദിവസങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം കുറച്ചുകൂടെ ഗൗരവമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ള ഒരു നല്ല കാര്യം ഞാനും മുന്നോട്ട് വെക്കുകയാണ്. അത് വരുന്ന ആളുകളിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിലെ പല കാര്യങ്ങളും നമുക്ക് നേരിട്ട് കാണാം. നന്ദി, നമസ്കാരം.